ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം നവജാത ശിശു മരിച്ചെന്ന ആരോപണം. വണ്ടാനം മനു സൗമ്യ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. കൃത്യസമയത്ത് ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനൂഷ് ആയിഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ, എപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം? ആലപ്പുഴയിൽ വീണ്ടും വീണ്ടും ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്താണ് ആശുപത്രി അധികൃതരും ഒപ്പം കുടുംബവും പറയുന്നത്? നയന, 28-ാം തീയതി, കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് വണ്ടാനം സ്വദേശിയായ സൗമ്യ ബ്ലീഡിങ്ങിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. ബ്ലീഡിംഗ് ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് പോയത്. ഉടൻ തന്നെ അവരെ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ബ്ലീഡിംഗ് വരുന്ന മണിക്കൂറുകളിൽ കൂടി വന്നപ്പോഴും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നിസ്സംഗഭാവമാണ് ഉണ്ടായത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ പ്രധാനമായും ഈ ഒരു ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞത് അത് മൂത്രത്തിൽ പഴുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്, അത് ഏതെങ്കിലും തരത്തിൽ പ്രസവവുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളതായിരുന്നു. പിന്നീട് ഈ ബ്ലീഡിംഗ് കൂടിക്കൂടി വന്നതോടെ ഒന്നിലേറെ തവണ PV ചെയ്തു. പക്ഷേ അപ്പോഴും പ്രസവത്തിന് സമയമായില്ല എന്നുള്ളതാണ് ഡ്യൂട്ടി ഡോക്ടർമാർ പറഞ്ഞത്. അതിനുശേഷം ബ്ലീഡിംഗ് വളരെയധികം കൂടുകയും തുടർന്നത് പ്രസവത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ കുട്ടി വയറ്റിൽ കിടന്ന് ഈ ബ്ലീഡിങ്ങിലുണ്ടായ രക്തവും മറ്റും കുടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും കുടുംബം ആരോപിക്കുന്ന കാര്യം എന്നുള്ളത്. അതായത് അത്തരത്തിൽ പ്രസവം വൈകിപ്പിച്ചതുകൊണ്ട് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അനാസ്ഥ മൂലം പ്രസവം വൈകിപ്പിക്കുകയും ആ വൈകിപ്പിച്ചത് മൂലമാണ് കുട്ടി മരിച്ചതും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. കുട്ടി ജനിച്ചതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും കുട്ടിയെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കുടുംബത്തിന് കുട്ടിയുമായി എന്തെങ്കിലും കുട്ടിയെ കാണിക്കാനോ മറ്റും തയ്യാറായില്ല എന്നൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. കുട്ടി വെന്റിലേറ്ററിലായിരുന്നു. കുട്ടീനെ ICUലേക്ക് മാറ്റിയതിന് ശേഷം കുടുംബത്തെ കാണിക്കുകയുണ്ടായില്ല. അമ്മയെ പോലും ഒരു തവണ പോലും കാണിച്ചില്ല എന്നുള്ളതും ഒരു പ്രധാന ആരോപണമായി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് കുട്ടി മരിച്ചത്. അതിനുശേഷം കുടുംബം ഈ ലേബർ റൂമിന് മുമ്പിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പ്രതിഷേധത്തിന് ശേഷം സൂപ്രണ്ട് അടക്കം വന്ന് ഇനി ഈ കാര്യത്തിൽ കൃത്യമായൊരു പരിശോധന നടത്താം, അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താം എന്നുള്ള ഉറപ്പിൻ്റെ മേലാണ് നിലവിലിപ്പോൾ ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇപ്പോൾ എന്തായാലും കുട്ടിയുടെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം 10 മണിക്ക് ശേഷം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും ഈ യുവതിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് യാതൊരുവിധ അന്വേഷണവും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, കുട്ടിക്ക് ഇൻഫെക്ഷനിൽ നിന്നാണ് കുട്ടി മരിക്കാനുണ്ടായ ഒരു മരണത്തിലേക്ക് നയിച്ചത്, കുട്ടികൾക്കുണ്ടായ ഇൻഫെക്ഷനാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കൂടി മാതാവിന് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അന്വേഷണവും അല്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് തിരക്കാൻ പോലും ഡോക്ടർമാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്ന മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ സൗമ്യയെ അടുത്ത് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് കുടുംബം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ് എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ചികിത്സാ പിഴവ് മൂലം നവജാത ശിശു മരിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കൃത്യസമയത്ത് ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്നും കുടുംബം പറയുന്നുണ്ട്. വിശദാംശങ്ങളാണ് ആലപ്പുഴയിൽ നിന്ന് മനീഷ് നൽകിയത്.